കൈജു നമ്പർ 8 ഏഴാം എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ന്യൂട്രലൈസേഷൻ സോണിൽ ഒറ്റയ്ക്കിരുന്ന അയാളോട് അവിടെ നിന്ന് പോകാൻ ഇഹാറ് പിന്നെയും പറഞ്ഞു. അത് അവർക്ക് നേരെ ചൂണ്ടുവിരൽ നീട്ടി. വിരലിൽ എന്തോ സംഭവിച്ചു. മാറി ഇഹാറു! പെട്ടെന്ന് ഇഹാറുവിന്റെ നെഞ്ചിൽ വെടിയേറ്റു. ഓ, എനിക്ക് ഹൃദയം മിസ്സായി. ഈ രൂപത്തിൽ എനിക്ക് ഉന്നം കുറവാണെന്ന് തോന്നുന്നു. ഇഹാറു നിലവിളിച്ച് നിലത്തിരുന്നു. ബ്ലീഡിങ് നിൽക്കുന്നില്ലല്ലോ. സമാധാനത്തോടെ സ്യൂട്ട് ഉപയോഗിച്ച് ബ്ലീഡിങ് നിർത്താൻ നോക്ക്. നീ ആരാളാ? കൈജു? സെൻപൈ അല്ലാതെ മനുഷ്യരൂപത്തിലുള്ള കൈജു. അപ്പോൾ അതിന്റെ രൂപം മാറാൻ തുടങ്ങി. എക്സാമിന്റെ സമയത്ത് വന്ന കൈജു. റെനോ അതിനെ തിരിച്ചറിഞ്ഞു. ഇതാണോ ഷിനോമിയെ ആക്രമിച്ചതെന്ന് ഇഹാറു ചോദിച്ചു. എനിക്ക് വെറും കൈയോടെ തിരിച്ചു പോകണമെന്നില്ല. ചിലപ്പോ ജീവനുള്ള ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസറിനെയെങ്കിലും കൊണ്ടുപോകാം. റെനോ അപ്പോൾ തന്നെ ഒരു ഹ്യൂമനോട് കൈജുവിനെ കണ്ടെന്നും ബാക്കപ്പ് അയക്കാനും പ്ലട്ടൂൺ ലീഡർ ഇക്കരയ്ക്ക് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കമ്മ്യൂണിക്കേഷന് എന്തോ പ്രശ്നം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സാധനങ്ങൾ ഞാനത് മനസ്സിലാക്കിയെടുത്തു. ഈ ഏരിയ പുറം ലോകത്തു നിന്നും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യർക്കിടയിൽ ഒളിച്ചിരിക്കാനായി ഞാൻ കണ്ടെത്തിയ ട്രിക്കാണിത്. പക്ഷേ മനുഷ്യരെ വേട്ടയാടാനും ഇത് വളരെ നല്ലതാണ്. ഒരു വലിയ ബാരിയർ ആ പ്രദേശത്തെ കവർ ചെയ്തുണ്ടായിരുന്നു. ഉടനെ ആ കൈജുവിന്റെ വിരൽ പിന്നെയും കുമളച്ചു. പെട്ടെന്ന് തന്നെ റെനോ മാറാൻ നോക്കിയെങ്കിലും വയറിൽ വെടിയേറ്റു. പിന്നെയും അത് വെടിവെച്ചു. റെനോയുടെ കാലിൽ കൊണ്ടു. റെനോ നിലത്തിരുന്നു പോയി. എന്റെ ഉന്നം ശരിയാകുന്നില്ലല്ലോ. അവൻ എന്റെ സ്യൂട്ടിന്റെ ഷീൽഡെല്ലാം തകർക്കുകയാണ്. പക്ഷേ മനസ്സിലായി, നിനക്കത് കാണാമല്ലേ? അപ്പോൾ റെനോ ഷിനോമിയ കഫ്കയോടും റെനോയോടും പറഞ്ഞതോർത്തു. അതിന്റെ മുന്നിൽ പെടുകയാണെങ്കിൽ ഇത് ഓർത്തിരുന്നു. ആദ്യം അതെന്തോ മാജിക് ഉപയോഗിക്കുന്നത് പോലെ തോന്നും. പക്ഷേ അതിന്റെ വിരലുകളിൽ ശ്രദ്ധിക്കണം. അവൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത് കാണാം. പെട്ടെന്ന് അതിന്റെ വിരലിൽ കൂടി എന്തോ കയറി വന്നിട്ട് ഷൂട്ട് ചെയ്തു. റെനോ അത് ഞൊട്ടിയിടയിൽ ഡോഡ്ജ് ചെയ്തു. എനിക്ക് ഒഴിഞ്ഞു മാറാം. എനിക്ക് തോന്നിയായിരുന്നു. ഉടനെ റെനോ അതിനെ ഷൂട്ട് ചെയ്തെങ്കിലും അത് കൈകൊണ്ട് തടഞ്ഞു. ഇഹാറു, ഇവിടുന്ന് രക്ഷപ്പെട്ട് ബാക്കപ്പ് വിളിക്കേ. നീ എന്നെ സംരക്ഷിക്കാൻ ഞാനെന്തിനെ അനുവദിക്കണം? പക്ഷെ പെട്ടെന്ന് തന്നെ അതിന്റെ അറ്റാക്കിൽ നിന്നും ഇഹാറുവിനെ റെനോ തട്ടിമാറ്റി. എന്നാലും ഇഹാറുവിന് കയ്യിൽ അറ്റാക്ക് കൊണ്ടു. ഇഹാറു, ദയവ് ചെയ്തു പോ. ഇഹാറുവിന് താനിവിടെ അശക്തനാണെന്ന കാര്യം മനസ്സിലായി. അവൻ മനസ്സില്ലാ മനസ്സോടെ ഓടി. റെനോ ആ ജീവിക്കെതിരെ ഒറ്റയ്ക്ക്. എനിക്ക് പേടിയുണ്ട്. ഇതിനെതിരെ ഷിനോമിയയ്ക്ക് പോലും നിൽക്കാനായിട്ടില്ല. ഞാൻ ഉറപ്പായി നിൽക്കില്ല. പക്ഷേ എനിക്കാകേണ്ട ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ വരെ പണയം വെക്കുന്ന മനുഷ്യനാണ്. റെനോ അതിന് നേർക്ക് ധൈര്യം സംഭരിച്ച് വെടിവെച്ച് മുന്നേറി. കൈജു അതെല്ലാം ഒഴിഞ്ഞു മാറി. അത് തിരിച്ചും അറ്റാക്ക് ചെയ്തു. ഇഹാറുവിനെ രക്ഷപ്പെടാനുള്ള സമയമെങ്കിലും എനിക്ക് കൊടുക്കാനാവും. ഇന്നലത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തനായ മനുഷ്യനാണെന്ന് റെനോ. അവൻ എന്താ സംഭവിച്ചത്? ആ ജീവി അവൻ എങ്ങനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കും? ഇഹാറു തൻ്റെ അശക്തിയിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കോമ്പാറ്റ് പവർ അൺലീഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും വഴിമുട്ടും. സാധാരണയായി 20%, 30% ഒക്കെയാണ്. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ആ തടസ്സം മറികടക്കാനാവൂ. പക്ഷേ അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട് താനും. ഹോഷിനെ വിവരിക്കുന്നതിനിടയിൽ ഇഹാറു ഓർത്തു. ഞാൻ 2 ആഴ്ചയായിട്ട് 20% തന്നെയാണ്. ആ ദിവസത്തിന് ശേഷം ശക്തനാകുക എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ അവൻ ഒന്നുമല്ലാത്തതുപോലെ എന്നെ മറികടന്നുപോയി. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. റെനോ അതിനെ വെടിവെച്ചെങ്കിലും പെട്ടെന്ന് അതിനെ കാണാതെ പോയി. ഉടനെ തന്നെ അത് റെനോയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നെ കുറിച്ച് നിനക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ, പക്ഷേ ഇതിനെ കുറിച്ച് നിനക്ക് അറിയില്ലല്ലോ അല്ലേ? അതിന്റെ പുറത്തു നിന്നും 2 കൈകൾ കൂടി പൊട്ടി വിരിഞ്ഞു വന്നിട്ട് ആ 4 കൈകളിലെയും വിരലുകൾ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാർജ് ചെയ്തു. പൊട്ടി. എന്നാൽ ഇഹാറു റെനോയെ രക്ഷിച്ച് അവിടുന്ന് കുതിച്ചു ചാടി മാറിക്കളഞ്ഞു. അവർ ദൂരെ ചെന്ന് വീണു. ഇഹാറു, എന്തിന്? അല്ല, എനിക്ക് വെറുപ്പുള്ളത് റെനോയോടല്ല, ഞാനാണ്. ആ ദിവസം മുതൽ ഒരു മാറ്റവും സംഭവിക്കാത്തത് എനിക്കാണ്. വേറെ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്തേണ്ട മനുഷ്യൻ. കേട്ടോ റെനോ, നീ എന്നെ രക്ഷിക്കില്ല, ഞാൻ നിന്നെ രക്ഷിക്കും. മണ്ട. ഇഹാറു അവശനായിരുന്നു. നീ പോയി സഹായം ചോദിച്ചില്ലേ? മിണ്ടാതിരി. ഞാൻ തിരിച്ചു വന്നില്ലേ നീ ഇപ്പൊ ചാത്തേനെ. നീ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് നടക്കില്ല. ഒന്നിനും, ജീവനുള്ളതിനോ അല്ലാത്തതിനോ എന്റെ അനുവാദം കൂടാതെ ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. അവൻ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോ ഫൈറ്റ് ചെയ്യണം. അതിനെ ഒരുമിച്ച് കൊല്ലാം റെനോ. പക്ഷേ ഞാൻ അത്ര ഓക്കെ അല്ല. ഞാൻ നിന്നെ ബാക്കപ്പ് ചെയ്യാം. അതുകൊണ്ട് പറ്റുന്നത്ര ശക്തിയിൽ അവനെ ആക്രമിക്കേ. റെനോ ആക്രമിക്കാൻ കുതിച്ചു. ഇഹാറു അതിനെ വെടിവെച്ചു. ഇഹാറുവിന്റെ ബുള്ളറ്റിൽ നിന്നും ഇലക്ട്രിസിറ്റിയാണ് വന്നത്. കണ്ടക്ടർ റൗണ്ടോ? വേറെ ബുള്ളറ്റൊക്കെ പരീക്ഷിക്കുന്നത് നീ മാത്രമല്ല. ഈ സാധനം കാരണം അനങ്ങാൻ പാടാണല്ലോ. എന്നാ അവനെ ആദ്യം തടയാം. ശ്രദ്ധിക്കേ,
അവന്റെ കയ്യിൽ നിന്നും നിനക്ക് ഇപ്പോഴേ ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് നിനക്കറിയാം. അത് ഷൂട്ട് ചെയ്യരുത്. ഇഹാറു തൽക്ഷണം ഒഴിഞ്ഞു മാറി. ആ ഇവനുമോ? അപ്പോൾ ഇഹാറു അതിന്റെ കാലിൽ വെടിവെച്ചു. റെനോ ഷൂട്ട് ചെയ്യാൻ തയ്യാറായി. ആ നിമിഷം അവന്റെ മാക്സിമം പവറും ഷിനോമിയേക്കാളും മിനയേക്കാളും പവറും തരണമെന്ന് റെനോ പ്രാർത്ഥിച്ച് പവറപ്പ് ചെയ്തു. റെനോ ദൂരെ വെടിവെച്ചു. എന്തൊക്കെയോ ശരീരഭാഗങ്ങൾ പരിസരമാകെ ചിതറി. എന്നാൽ പുകപടലങ്ങൾ മാറിയപ്പോൾ അവൻ കണ്ടത് ചത്ത യോജുവിന്റെ ശരീരം കൂട്ടിവെച്ചൊരു കൂനയായിരുന്നു. ഓ, കണ്ടിട്ട് നീ പെട്ടെന്നാ തോന്നുന്നത്. അത് ശവശരീരങ്ങൾ മുറിച്ചു മാറ്റി റെനോയുടെ മുന്നിലേക്ക് ആക്രമിക്കാൻ തയ്യാറായി പുറത്തു വന്നു. രക്ഷയില്ല. പ്ലട്ടൂൺ ലീഡർ ഇക്കാരുക വൈസ് ക്യാപ്റ്റൻ ഹോഷിനെ വിളിച്ചു പറഞ്ഞു അവർക്ക് ഇച്ചിക്കാവയുടെയും ഫുറുഹാഷിയുടെയും കോണ്ടാക്ട് പോയെന്ന്. കമ്മ്യൂണിക്കേഷനും വൈറ്റൽ സിഗ്നൽസും നഷ്ടപ്പെട്ടു. കഫ്ക അത് കേട്ടു. അപ്പോൾ അവന്റെ സൈഡിൽ എന്തോ വന്നു. എന്നാൽ കഫ്ക നോക്കിയപ്പോൾ അത് പോയി. ആ സാധനം അനങ്ങുന്നത് ഞാൻ കണ്ടോ? അപ്പോൾ ഷിനോമിയ കഫ്കയുടെ അടുത്തേക്ക് വന്നു. കിക്കറു, ഇതിനർത്ഥം അവൻ ഇവിടെയുണ്ട്, കിക്കറു പറഞ്ഞു. ഇഹാറും ഇച്ചിക്കാവയും അപകടത്തിലാണെന്ന് കഫ്കയ്ക്ക് മനസ്സിലായി. റെനോ വീണു. എൻ്റെ ശരീരം മുഴുവൻ പൊള്ളുന്നു. സ്യൂട്ട് കൊണ്ട് ബ്ലീഡിങ് നിർത്തി എനിക്ക് എണീറ്റ് നിൽക്കണം. എനിക്കിപ്പോഴും ജീവനുണ്ട്. പോരാട്ടം കഴിഞ്ഞിട്ടില്ല. ചോരയിൽ കുളിച്ചു കിടക്കുന്ന റെനോ കഷ്ടപ്പെട്ട് എണീക്കാൻ ശ്രമിച്ചു. നിനക്കിപ്പോഴും അനങ്ങാവോ? കൊല്ലാതെ ഒരു മനുഷ്യനെ ചലനരഹിതനാക്കാൻ വിചാരിക്കുന്നതിലും പാടാണ്. അത് പിന്നെയും വിരൽ ചൂണ്ടി. എന്നാൽ സമ്മതിക്കില്ലടാ എന്ന് അലറിക്കൊണ്ട് ഇഹാറു അതിനെ വെടിവെച്ചു. പക്ഷേ അത് ബുള്ളറ്റെല്ലാം അനായാസം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. ആ തന്ത്രം ഞാൻ നേരത്തെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് ഇഹാറുവിനെ ഷൂട്ട് ചെയ്ത് അവന്റെ തോക്ക് തെറിപ്പിക്കുകയും ദേഹത്ത് ആക്രമണമേറ്റ് ഇഹാറു വീഴുകയും ചെയ്തു. കാര്യങ്ങൾ തീർക്കാൻ സമയമായി. അത് റെനോയുടെ നേർക്ക് വന്നിട്ട് ഇത് ചെറുതായി പോകുമോ എന്ന് ചോദിച്ച് ഒന്നുകൂടി റെനോയെ ഷൂട്ട് ചെയ്തു. റെനോ വേദന കൊണ്ട് അലറി. അവൻ നിസ്സഹായനായിരുന്നു. ഇഹാറു കഷ്ടപ്പെട്ട് തോക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്ക് ഇപ്പോഴും അനങ്ങാവോ എന്ന് ചോദിച്ച് അത് പിന്നെയും റെനോയെ ഷൂട്ട് ചെയ്തു. റെനോ വീണു. എൻ്റെ കണ്ണിൻ മുന്നിൽ എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ സംഭവിക്കുകയാണ്. അത് തടയാൻ എനിക്കൊന്നും ചെയ്യാനാവില്ലേ? എനിക്കിത് വെറുപ്പാണ്. അംഗീകരിക്കാൻ എനിക്ക് ഇഷ്ടമല്ലേലും റെനോ അടിപൊളിയാണ്. അവൻ ഒരിക്കൽ ക്യാപ്റ്റനാകും. അത് ഇവിടെ വെച്ച് അവസാനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇഹാറു തോക്കെടുത്ത് ട്രിഗർ അമർത്തി. പക്ഷേ തോക്കിൽ നിറയില്ലായിരുന്നു. എല്ലാ വഴിയും അടഞ്ഞു. ഇവന്റെ കാര്യം തീരാറായി. അതുകൊണ്ട് നിന്നെ എനിക്കിനി ആവശ്യമില്ല. അത് ഇഹാറുവിന് നേർക്ക് വിരൽ ചൂണ്ടി. ഇഹാറു പ്രതീക്ഷയെല്ലാം നശിച്ച് തളർന്നിരുന്നു. എന്നാലും ദൈവമോ ചെകുത്താനോ ഭൂതമോ ആരാണെങ്കിലും റെനോയെ എൻ്റെ സുഹൃത്തിനെ രക്ഷിക്കൂ എന്നവൻ പ്രാർത്ഥിച്ചു. ഇനി നീ ചത്തോ? അത് ഷൂട്ട് ചെയ്യാൻ തയ്യാറായി. ഇവിടെ ചാകാൻ പോകുന്നത് നീയാണോ കോപ്പേ? കാഫ്ക അതിന്റെ മുഖത്തടിച്ച് പാർത്തി കളഞ്ഞു. എന്താ ഇപ്പോ സംഭവിച്ചത്? എനിക്കെന്റെ ശരീരം കാണാമല്ലോ. എന്റെ തല ഇടിച്ചു തെറിപ്പിച്ചോ? കഫ്ക വയ്യാതെ കിടന്ന റെനോയുടെ അടുത്ത് വന്നിരുന്നു. ഞാൻ വൈകിപ്പോയതിന് ക്ഷമിക്കണം. ഞാൻ എന്ത് അശക്തനാണ്. ഇത് സംഭവിക്കരുതായിരുന്നു എന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ സെംബായി ഒരിക്കൽ കൂടി രൂപം മാറാൻ ഞാൻ കാരണമായി. കഫ്കയെ നോക്കി റെനോ ചിന്തിച്ചു. കഫ്ക അവനെ ഓരിയെടുത്തു. മറ്റൊരു ഹ്യൂമനോട് ടൈപ്പോ? ഇഹാറുവിന് വിശ്വസിക്കാനായില്ല. നീയായിരുന്നു അല്ലേ? നീയല്ലേ കൈജു നമ്പർ 8? റെനോയെ കഫ്ക മാറ്റിയിരുത്തി. സോറി ഇച്ചിക്കാവ, ഇതിനിച്ചിരി സമയമെടുക്കുമെന്നാ തോന്നുന്നത്. പേടിക്കണ്ട, നീ സമാധാനിക്ക്. സ്യൂട്ട് ഉപയോഗിച്ച് മുറിവെല്ലാം ഓരോന്നോരോന്നായി അടയ്ക്ക്. അതിന് നിനക്കെന്റെ ക്ലാസ് ഒന്നും വേണ്ടല്ലോ. എനിക്ക് അതിനു പോലും പറ്റില്ല. റെനോ അവശനായിരുന്നു. കഫ്ക നടന്നപ്പോൾ റെനോ പിറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ശ്രദ്ധിക്കണേന്ന്. ഞാൻ നോക്കിക്കോളാം. കഫ്ക അതിന് നേരെ നിന്നു. സെൻബൈ ശക്തനാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കങ്ങനെ ദേഷ്യമൊന്നും നിന്നോടില്ല. പക്ഷെ ഒരു കൈജുവായിട്ടും നീ എന്തിനാ എന്റെ വഴിമുടക്കി നിൽക്കുന്നത്? പിന്നെ ഞാൻ വിചാരിച്ചതിലും ശക്തനാണ് നീ. എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിന്റെ ശവം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പെട്ടെന്ന് അത് കഫ്കയുടെ നെഞ്ചിൽ ഷൂട്ട് ചെയ്തു. കഫ്ക ചോര തുപ്പി. കൈജു ഫോമിൽ കഫ്കയെ മുറിവേൽപ്പിക്കാൻ അതിന് പറ്റിയെന്നോർത്ത് റെനോ ഞെട്ടിപ്പോയി. കൊള്ളാം, നീ ടഫാണ്. ഞാൻ ഇനി നിന്നെ കൊല്ലാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഇത്രയെങ്കിലും വേണമായിരിക്കും. അതിന്റെ ശരീരത്തു നിന്നെല്ലാം ഷൂട്ട് ചെയ്യുന്ന സാധനം പൊട്ടിമുളച്ചു വന്ന് ആക്രമിക്കാൻ തയ്യാറായി. ഞങ്ങളെ അപ്പോ അത് സീരിയസ് ആയി കണ്ടതേ ഇല്ലായിരുന്നോ? ഇഹാറുവിന് വിശ്വസിക്കാനായില്ല. അപ്പൊ ഇതുകൊണ്ടാണല്ലേ നീ ഇവരെ പിന്നെയും വെടിവെച്ചുകൊണ്ടിരുന്നത്? അത് ചറപറ കഫ്കയ്ക്ക് നേരെ ഷൂട്ട് ചെയ്തു. കഫ്ക പവറപ്പ് ചെയ്ത് ഉറക്കെ അലറി ഉണ്ടാക്കിയ വായുവിന്റെ പ്രകമ്പനം കാരണം ആ ബുള്ളറ്റ് എല്ലാം തട്ടിത്തെറിച്ചുപോയി. ആർക്കും കണ്ടത് വിശ്വസിക്കാനായില്ല. പെട്ടെന്ന് കഫ്ക ആ കൈജുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് അതിനെ ശക്തിയിൽ പൊതിരെ ഇടിക്കാൻ തുടങ്ങി.
അതിനൊന്നും മനസ്സിലായില്ല. എന്നാലത് കൈനീട്ടി അവിടെ കിടന്ന ശവശരീരം കൊണ്ടൊരു മതിൽ കൊണ്ടുവന്നു. എന്നിട്ടത് ആ ചാൻസ് ഉപയോഗിച്ച് പരിക്കേറ്റ ഭാഗങ്ങൾ ഹീൽ ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ കഫ്ക അതിനു മുന്നേ ആ മതിൽ കീറി മുറിച്ച് വന്ന് പവറപ്പ് ചെയ്തു. കൈജുവിന് അപകടം മണത്തു. ഡയറക്റ്റ് ഹിറ്റ് കിട്ടിയാൽ അന്ത്യം ഉറപ്പാണെന്നതിന് മനസ്സിലായി. ഉടനെ തന്നെ അതൊരു തടയുണ്ടാക്കി. കഫ്ക അതിലൂടെ തന്നെ ശക്തിയായി ചാറ പാറ ഇടിക്കാൻ തുടങ്ങി. അതിനൊന്നും മനസ്സിലായില്ല. എന്നാ എന്തോ പ്രശ്നമുണ്ട്. എനിക്കേറ്റ ഡാമേജ് റിപ്പയർ ചെയ്യാൻ ഒത്തിരി സമയമെടുക്കുന്നു. സംശയം, തൽക്കാലം പിന്മാറണം. കഫ്ക അതിന്റെ വയറ്റിൽ ശക്തിയായി ഇടിച്ചു. പിന്മാറാനുള്ള സാഹചര്യമില്ല. നിന്റെ ഉടലിലല്ല നിന്റെ കോറ്. കഫ്ക കാല് നിലത്തുറപ്പിച്ചു. ഇടിച്ചിരുന്നു, കാരണം ഞാൻ ഇടിച്ച് നിന്റെ ദേഹത്തൊരു കിഴുത്ത ഉണ്ടാക്കാൻ പോവാണ്. ഇത് പ്രശ്നമാണ്. കഫ്ക അതിനെ ഉള്ള ശക്തി എടുത്ത് ശക്തമായി ഇടിച്ചു. അത് ധാരാളം കെട്ടിടങ്ങളും തകർത്ത് പറന്ന് ദൂരെ പോയി വീണു. അതിന്റെ ശരീരം ചിന്ന ഭിന്നമായിരുന്നു. എന്റെ കോറ് പൂർണ്ണമായും പുറത്തു വന്നല്ലോ. കഫ്ക അവിടേക്ക് വന്നതിന്റെ മുന്നിൽ നിന്നു. തീർന്നടാ നീ. എന്നാൽ അപ്പോൾ അവിടേക്ക് ഡിഫൻസ് ഫോഴ്സ് ഓഫീസേഴ്സ് വന്നു. ഇക്കാറുക പ്ലട്ടൂണിലെ അവർ ഒരു ഹ്യൂമനോട് കൈജുവിനെ കണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു. കൈജുവിനെ കൊന്ന് ക്ഷീണിച്ച കിക്കറു കഫ്കയെ കുറിച്ച് ഓർത്തു. റെനോയെയും ഇഹാറുവിനെയും കണ്ടുപിടിക്കാൻ പോവാണെന്നോ? അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഓഫ്ലൈൻ ആണ്. നമ്മൾക്ക് അവരുടെ വൈറ്റൽ സിഗ്നൽസ് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ? കിക്കറു ചോദിച്ചു. ഇപ്പോൾ അവർ മറ്റേ ഹ്യൂമനോയിഡിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവയെ സെൻസ് ചെയ്യാൻ എനിക്കാവും. കിക്കറു, ഞാൻ പോകുമ്പോൾ ഇവിടുത്തെ കാര്യം നോക്കണം. അത് പറഞ്ഞ് കഫ്ക പോയി. അവൻ അവിടെ വെച്ച് രൂപം മാറിയോ? അപ്പോഴാണ് ഒരു ഹ്യൂമനോട് കൈജുവിനെ കണ്ടെന്ന് പറഞ്ഞ് അലേർട്ട് വരുന്നത്. അതിന് കൈജു നമ്പർ 8 രൂപവുമായി മാച്ചുണ്ടത്രേ. ഹോഷനെ ഉടനെ തന്നെ ഒരു ഗ്രൂപ്പിനെ അവിടേക്ക് അയച്ചു. മണ്ടൻ! ഡിഫൻസ് ഫോഴ്സ് ഓഫീസേഴ്സ് കഫ്കയ്ക്ക് നേരെ പയ്യെ തോക്ക് ചൂണ്ടി മുന്നേറി. കഫ്ക പകച്ചു നിന്നു. മിമറ്റിക് സ്പേസ് നശിച്ചു പോയല്ലേ? പക്ഷേ എനിക്ക് വേണ്ട അവസരം അത് തന്നായിരുന്നു. ആ ചെറിയ സമയത്തിൽ റീജനറേറ്റ് ചെയ്ത കൈജു ചാടി മാറി നിന്നു. നീ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അടുത്ത തവണ ഞാൻ നിന്നെ കൊല്ലും. ആ ജീവി ഓഫീസേഴ്സിന് നേർക്ക് വിരൽ ചൂണ്ടി. അത് കണ്ട കഫ്ക ഉടനെ തന്നെ അവർക്കിടയിൽ ചാടി വീണ് ബുള്ളറ്റ് സ്വീകരിച്ചു. നീ കൈജുവാണെങ്കിലും മനുഷ്യരെ പോലെയാണല്ലോ പെരുമാറുന്നത്. നമ്മൾ ഇനിയും കാണും. കൈജു നമ്പർ 8. അത് പറഞ്ഞ് ആ ജീവി മാഞ്ഞുപോയി. നാശം, ഇവിടുന്ന് രക്ഷപ്പെടാതെ വേറെ വഴിയില്ലല്ലോ. ഉടനെ കഫ്ക ശക്തിയിൽ നിലത്തിടിച്ച് പൊടിപടലമുണ്ടാക്കി മുകളിലേക്ക് ഉയർന്ന് ചാടിക്കളഞ്ഞു. ആ ജീവിയെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിച്ചു. പക്ഷേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് ഞാൻ ചെയ്തു. ശേഷം കഫ്ക ഒരു ചെറിയ ഇടനാഴിയിലൂടെ ഒളിച്ചു പോവുകയായിരുന്നു. അപ്പോൾ കരിക്കട്ട പോലുള്ള ശരീരവും ചെകുത്താനെ പോലെയുള്ള തലയോട്ടി തലയും കഫ്കയുടെ പിറകിൽ ഹോഷിനെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു, കൈജു നമ്പർ 8. കഫ്കയ്ക്ക് വിശ്വസിക്കാനായില്ല. വൈസ് ക്യാപ്റ്റൻ ഹോഷിന. അപ്പോൾ എല്ലാവരോടായും കൈജു നമ്പർ 8 കണ്ടെന്ന് ഹോഷിന റിപ്പോർട്ട് ചെയ്തു. എന്റെ ആൾക്കാരുമായി നീ കുറെ രസിച്ചെന്ന് തോന്നുന്നല്ലോ. പെട്ടെന്ന് തന്റെ കഴുത്തിന് നേരെ വീശിയ കട്ടാന കഫ്ക ജസ്റ്റിന് ഒഴിഞ്ഞു മാറി. ഹോഷിന തന്നെ പിന്നെ അതിവേഗം കട്ടാന കൊണ്ട് വെട്ടി. കഫ്ക അതെല്ലാം ഒഴിഞ്ഞു മാറി ഓടി. ചെറുതും മിഡ് സൈസ് ആയിട്ടുള്ള എനിമിയും വന്നാൽ ഞാൻ അവരെക്കാൾ മികച്ചതാണെന്ന് ഹോഷിന പറഞ്ഞത് കഫ്ക ഓർത്തു. അയാൾ ചുമ്മാ പറഞ്ഞതല്ല. ചെറിയ കൈജുവിനെ നേരിട്ട് ഇവൻ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. നീ ടഫാണല്ലോ. 2-3 ഹിറ്റെങ്കിലും കൊള്ളിച്ചെന്ന് എനിക്ക് ഉറപ്പാണ്. മുഖത്തൊരു ഇളിയോടെ മാത്രമേ ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് കൊച്ചു കളിച്ച് സമയം കളയാനില്ലിപ്പോ. കൈജുവിനെ കൊല്ലുമ്പോൾ വൈസ് ക്യാപ്റ്റൻ ഹോഷിനെ കാണാൻ ഇങ്ങനെയാണല്ലേ? ലിമിറ്റർ റിമൂവ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഹോഷിന പവറപ്പ് ചെയ്ത് തെല്ലും പേടിയില്ലാതെ കഫ്കയ്ക്ക് നേരെ നടന്നു. ഞാനായിരിക്കും നിന്നെ അൺലീഷ് കോംബാറ്റ് പവർ 92% കൊല്ലാൻ പോകുന്നത്.